ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. രാജ്യത്തുടനീളം പ്രവർത്തിച്ചു വരുന്ന ശാന്തഗിരി ആശ്രമത്തിന്റെ താനൂർ തെയ്യാറ ശാഖയുടെ 7ാമത് പ്രതിഷ്ഠാദിന വാർഷികം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. രാവിലെ 6 മണിക്ക് പതാക ഉയർത്തൽ ചടങ്ങുകളോടുകൂടി തുടങ്ങിയ പരിപാടി പുഷ്പസമർപ്പണം, ഗുരുപാദന വന്ദനം എന്നിവ നടത്തി. തുടർന്ന് ശാന്തഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ആ മഹാത്മാവ് ഇവിടെ വന്ന് ആഹാരം കൊടുക്കാനില്ലാതെ, വയറ്റിനകത്ത് വയറ് കാലിയാക്കി മുണ്ടുടുക്കാനില്ലാതെ 2 മുണ്ടാണുള്ളത്. ഒരു മുണ്ട് കഴുകിയിടുമ്പോൾ വേറൊരു മുണ്ട് ഉടുത്തുകൊണ്ട് ആ മഹാത്മാവ് ജീവിച്ചു. ഒന്ന് കുളിക്കാനായി, ഒന്ന് ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ലായിരുന്ന കാലഘട്ടം പോത്തങ്കോട് ആശ്രമത്തിൽ. അന്ന് മരപ്പര പോലെ ഒരെണ്ണം ഉണ്ടാക്കി അതിനകത്ത് കുളി കഴിയുമ്പോൾ ഒരു മുണ്ടെടുത്ത് ഒരു മുണ്ട് കഴുകിയിട്ട് അവിടെ ഇരുന്ന് ആ 2ാമത്തെ മുണ്ട് ഉണക്കി പുറത്തു വന്ന് സമൂഹത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു മഹാത്മാവ്. ലക്ഷക്കണക്കിന് ആൾക്കാര് ഗുരുവിന്റെ അടുത്ത് രോഗവും ദുരിതവും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാനസിക വിഭ്രാന്തിയും പ്രയാസങ്ങളുടെ കൂമ്പാരമായിട്ട് ഗുരുവിന്റെ അടുത്ത് വന്നു. അന്ന് താൻ ജാതിയോ മതമോ വർണ്ണോ വർഗ വ്യത്യാസങ്ങൾക്കൊന്നുമില്ലാതെ ആ സമൂഹത്തിന് എല്ലാത്തിനെയും തൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്നത് ഭസ്മവും തീർത്ഥവുമാണ്. അത് കൊടുത്ത് രോഗങ്ങളെല്ലാം മാറാൻ തുടങ്ങി. ഇതാണ് ഗുരുവിന്റെ ശാന്തഗിരിയുടെ ആദ്യകാല ചരിത്രത്തിന്റെ ഏടുകളിലൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ അനുഭവജ്ഞാനം കൈകൊണ്ട് കൊടുത്താൽ എന്തും സാധിക്കുന്നൊരു പരിഹരിക്കുന്നൊരു കാരുണ്യവാൻ. അതാണ് ഗുരുവിന്റെ പ്രത്യേകത. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന ഷാജി അധ്യക്ഷനായിരുന്നു. മുമ്പ് പോലും പഹൽഗാമിൽ നടന്ന ഒരു ഭീകരവാദം, അവിടെയും മനുഷ്യരാണ്, ജാതിയും മതവും. ഭീകരവാദികൾക്ക് മതമില്ല. എന്തിന്റെ പേരിലാണ് അവർ ആക്രമണം നടത്തുന്നത്, മനുഷ്യരെ കൊന്നെടുക്കുന്നത്? അവർക്ക് ജാതിയുണ്ടോ മതമുണ്ടോ? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജാതി മത വർണ്ണ ഭേദമന്യേ നടത്തുന്ന ഇത്തരം പരിപാടികൾ വളരെ സന്തോഷവും അത് എക്കാലത്തും നിലനിൽക്കേണ്ടതുമാണ്. തുടർന്ന് നടന്ന ചടങ്ങിൽ ശാന്തഗിരി ആശ്രമം മലപ്പുറം ഏരിയ ഹെഡ് സ്വാമി മുക്തചിത്തൻ ജ്ഞാനതപസ്യ മുഖ്യപ്രഭാഷണം നടത്തി. നന്നമ്പ്ര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞി മൊയ്തീൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി പൂക്കയിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ ഉറപ്പായിൽ, ഹിദായത്ത് നബിൻ മദ്രസ ഉസ്താദ് നൌഷാദ്, ശാന്തഗിരി ആശ്രമം മലപ്പുറം ഏരിയ മാനേജർ PM ചന്ദ്രശേഖരൻ, കൺവീനർ E ലേഖ, അസിസ്റ്റന്റ് ജനറൽ കൺവീനർ M പുരുഷോത്തമൻ, അസിസ്റ്റന്റ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ മോഹനൻ, കോർഡിനേറ്റർ N ശ്രീലേഷ, കോർഡിനേറ്റർ മഹിമ, അസിസ്റ്റന്റ് കൺവീനർ P രാജു എന്നിവർ സംസാരിച്ചു. PM ചന്ദ്രൻ സ്വാഗതവും PP രാജു ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 20TV.